ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം തന്നെ വീക്കായി നിന്ന്, അതായത് ഇമോഷണലി വളരെയധികം തന്നെ വീക്കായിട്ട് ഗെയിം കളിക്കുന്ന അക്ബറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല കാര്യങ്ങളിലാണെങ്കിലും ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിലും പെട്ടെന്ന് പല സമയങ്ങളിലും ഈ ആഴ്ചയിലായിട്ട് നമുക്ക് വളരെയധികം തന്നെ പൊട്ടിക്കരയുന്ന അക്ബറിനെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് അക്ബറിൻ്റെ ഗെയിമിനെയും കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും അക്ബറിൻ്റെ ആ ഒരു പാവ പോയതിനെ ചൊല്ലിയുള്ള ഒരു വിചാരണ വക്കീലായി മാറാൻ വേണ്ടി ലാലേട്ടൻ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട്. വിചാരണ ചെയ്യാൻ വരുന്നത് ഇവിടെ ലക്ഷ്മിയാണ്. ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനോടെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അവരൊന്നും തന്നെ ആ ഒരു കള്ളത്തരം സമ്മതിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവസാനം ബിഗ് ബോസ് തന്നെ അത് എടുത്തിട്ട് കാണിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓരോ ദിവസങ്ങളും വരെ കടക്കുന്നതനുസരിച്ച് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരേണ്ടതാണ്. പക്ഷേങ്കിൽ ചില കണ്ടസ്റ്റൻസ് മാത്രമേ അത്രയധികം തന്നെ സ്ട്രോങ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി നോക്കുവാണെങ്കിൽ ഈ അടുത്തുള്ള ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം തന്നെ സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നത് അനീഷ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്നലെ നടന്നിട്ടുള്ള ഇഷ്യൂ പലതവണയും അനീഷിനെ കുലുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് ഗെയിം കളിക്കത്തുള്ളൂ എന്ന് പറയുന്ന അനീഷിനെയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അക്ബറിനോടും ഓരോ കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുമായിരിക്കും. കാരണം ഇങ്ങനെ ഗെയിം കളിച്ചാലും അല്ലെങ്കിൽ ആരെയൊക്കെ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ മാറ്റിവെച്ച് നല്ല രീതിയിൽ ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പാതി വഴിയിൽ നിന്ന് തന്നെ നമ്മളും പുറത്താകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിരിക്കും. പിന്നീട് ഒരുപാടധികം തന്നെ കമൻറ്റ് വരുന്നുണ്ട്. എല്ലാ സമയം അക്ബറിനെ മാത്രം ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസോ പ്രൊമോട്ട് ചെയ്യുന്നു, എന്താണ് ഇവരെന്താണ് അക്ബറിൻ്റെ PR ആണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് ചോദിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസിന്റെ PR ആയിട്ട് വരുന്നത്. ചില സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ തോന്നാം, പക്ഷേ എങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്.